ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ GKC ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജോയിൻ മെമ്പർ ആക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക. ലഭ്യമായ ക്ലാസ്സുകൾ ഏതെന്നറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് പോകാം. കേരള PSC യൂണിവേഴ്സിറ്റി LGS എക്സാം ട്യൂട്ടോറിയൽ വീഡിയോയുടെ ഒന്നാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് ഇന്ത്യൻ ഭൂമിശാസ്ത്രം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സ്ഥാനം ഭൂഗോളത്തിൽ എവിടെയാണ്? ഇന്ത്യയുടെ സ്ഥാനം ഭൂഗോളത്തിൽ എവിടെയാണ്? ഉത്തരാർദ്ധഗോളം. ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഭൂഗോളത്തിൽ കിഴക്കു പടിഞ്ഞാറായി വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഭൂമിയെ രണ്ട് തുല്യ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ, അതായത് വടക്കുവശത്തെ ഭാഗത്തെയാണ് ഉത്തരാർദ്ധഗോളം എന്ന് പറയുന്നത്. തെക്കു ഭാഗത്തെ പറയുന്ന പേരാണ് ദക്ഷിണാർദ്ധഗോളം. ഭൂമിയെ രണ്ട് തുല്യ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. അതായത് 0 ഡിഗ്രി അക്ഷാംശ രേഖയെ പറയുന്ന പേരാണ് ഭൂമധ്യരേഖ. ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. എന്നാൽ ഇന്ത്യയിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നില്ല. എങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് ഏതു വശമാണ്? വടക്കുവശം. ഭൂമധ്യരേഖയ്ക്ക് 8 ഡിഗ്രി മുകളിലാണ് ഇന്ത്യയുടെ സ്ഥാനം. കൃത്യമായി പറഞ്ഞാൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും ഇടയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. എന്താണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ് എന്ന് ചോദിച്ചാൽ 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. എന്നാൽ ഇത് കന്യാകുമാരി അതിരായി വന്നാലാണ് എന്നുകൂടി മനസ്സിലാക്കുക. നിക്കോബാർ കൂടി ചേർത്താണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് ഇന്ത്യൻ യൂണിയൻ്റെ അക്ഷാംശ വ്യാപ്തി എത്രയാണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് 6 ഡിഗ്രി 45 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും ഇടയിലാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നില്ല. എന്നാൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. എന്താണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ്, അല്ലെങ്കിൽ പ്രധാന ഭൂമിശാസ്ത്ര രേഖയാണ് ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇത് 23.5 ഡിഗ്രി നോർത്ത് അക്ഷാംശമാണ്. അതായത് 23 ഡിഗ്രി 30 മിനിറ്റ് വടക്ക്. ഈ അക്ഷാംശ മൂല്യം അനുസരിച്ച് ഇന്ത്യയുടെ തെക്കു ഭാഗം ഉഷ്ണമേഖലയിലും വടക്കു ഭാഗം ഉപോഷ്ണ മേഖലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂഗോളത്തിൽ കിഴക്കു പടിഞ്ഞാറായി വരയ്ക്കുന്ന രേഖകളെയാണ് അക്ഷാംശ രേഖകൾ എന്ന് പഠിച്ചു. അങ്ങനെയെങ്കിൽ തെക്കുവടക്കു വരയ്ക്കുന്ന രേഖകളെ പറയുന്ന പേരെന്ത്? അതാണ് രേഖാംശ രേഖകൾ. 0 ഡിഗ്രി അക്ഷാംശ രേഖയെ പറയുന്ന പേരാണ് ഭൂമധ്യരേഖ. എങ്കിൽ 0 ഡിഗ്രി രേഖാംശ രേഖയെ പറയുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ അഥവാ പ്രൈം മെറിഡിയൻ. ഗ്രീനിച്ച് രേഖയ്ക്ക് ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? കിഴക്ക്. ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്ക് ഭാഗത്തായാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. എത്ര കിഴക്ക്? 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും ഇടയിലാണ്. അതായത് ഇന്ത്യയുടെ പൂർവ്വരേഖാംശം എന്ന് പറയുന്നത് 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും ഇടയിൽ. ഇന്ത്യയുടെ ഉത്തര അക്ഷാംശം അഥവാ അക്ഷാംശ വ്യാപ്തി വടക്ക് 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും ഇടയിൽ. ഇന്ത്യയുടെ പൂർവ്വരേഖാംശം അല്ലെങ്കിൽ രേഖാംശീയ വ്യാപ്തി കിഴക്ക് 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും ഇടയിൽ. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഏകദേശ അക്ഷാംശീയ വ്യാപ്തി അല്ലെങ്കിൽ രേഖാംശീയ വ്യാപ്തി എത്രയാണ്? 30 ഡിഗ്രി. ഇന്ത്യയുടെ ഏകദേശ അക്ഷാംശ വ്യാപ്തി അല്ലെങ്കിൽ രേഖാംശ വ്യാപ്തി 30 ഡിഗ്രിയാണ്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖ അല്ലെങ്കിൽ അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ എന്ന് പഠിച്ചിരുന്നു. ഉത്തരായന രേഖ കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? 8. പടിഞ്ഞാറ് ഗുജറാത്ത് മുതൽ കിഴക്ക് മിസോറാം വരെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നുപോകുന്നത്. ആ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നിവയാണ്. ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് മധ്യപ്രദേശിലൂടെ. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത സംസ്ഥാന തലസ്ഥാനം ഏത്? റാഞ്ചി. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? അല്ലെങ്കിൽ ഇന്ത്യയുടെ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ്? അലഹബാദ് രേഖാംശം. അതായത് 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. ഇന്ത്യയുടെ മാനക സമയം, അതായത് പ്രാദേശിക സമയം, ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ് അഥവാ 5.5 മണിക്കൂർ. ഇന്ത്യയുടെ മാനക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക് കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ എത്ര? 5. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്.
ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ ഇന്ത്യൻ പ്രാദേശിക സമയരേഖ കടന്നുപോകുന്നുവെങ്കിലും ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ മിർസാപൂരിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുസമയമായി കണക്കാക്കുന്നത്. മാനക രേഖാംശം കടന്നുപോകുന്ന ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഉത്തരായന രേഖയും മാനക രേഖാംശവും കടന്നുപോകുന്ന ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശും ഛത്തീസ്ഗഡും. നെക്സ്റ്റ്, ലോകത്തെ എത്ര സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു? 24. ലോകത്തെ 24 സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു. ഇന്ത്യയിലൂടെ എത്ര സമയമേഖല കടന്നുപോകുന്നു? 1. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന സമയമേഖലകളുടെ എണ്ണം 1. ചൈനയിലൂടെ കടന്നുപോകുന്ന സമയമേഖലകളുടെ എണ്ണവും 1. ഏറ്റവും കൂടുതൽ സമയമേഖല കടന്നുപോകുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയാണ്. റഷ്യയിലൂടെ കടന്നുപോകുന്ന സമയമേഖലകളുടെ എണ്ണം 11. നെക്സ്റ്റ്, ഇന്ത്യ ഏത് വൻകരയിലാണ് അല്ലെങ്കിൽ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ വൻകരയായ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? തെക്ക്. കൃത്യമായി പറഞ്ഞാൽ ദക്ഷിണ മധ്യഭാഗത്ത്. ഇതുവരെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിൽ ഉത്തര അക്ഷാംശം ഭൂമധ്യരേഖയ്ക്ക് വടക്ക് 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും പൂർവ്വരേഖാംശം ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്ക് 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും ഇടയിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഭൂമധ്യരേഖയ്ക്ക് വടക്കും ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കും ഏഷ്യൻ ഭൂഖണ്ഡത്തിന് തെക്കുമാണ് ഇന്ത്യയുടെ സ്ഥാനം. നെക്സ്റ്റ്, ഇന്ത്യ ഉൾപ്പെടുന്ന ഉപഭൂഖണ്ഡം ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ എത്ര? 7. അവ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപ്. ഭൂഖണ്ഡത്തിന്റെ ബാക്കി ഭാഗങ്ങളെ അപേക്ഷിച്ച് ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികപരമായും രാഷ്ട്രീയപരമായും ഒക്കെ വേറിട്ട് നിൽക്കുന്നവയും സ്വയം പര്യാപ്തവുമായ ഉപവിഭാഗത്തെയാണ് ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഹിമാലയത്താൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ വടക്കുള്ള പർവ്വതനിരയാണ് ഹിമാലയം. ഇന്ത്യയുടെ വടക്കുള്ള പർവ്വതനിരയാണ് ഹിമാലയം. തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും കിഴക്ക് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് അറബിക്കടലും സ്ഥിതി ചെയ്യുന്നു. 3 വശവും ജലത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗങ്ങളെയാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മുകളിൽ പറഞ്ഞ പ്രകാരം ഇന്ത്യ ഒരു ഉപദ്വീപീയ രാജ്യമാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം കന്യാകുമാരി. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേപ്പ് കോമറിൻ എന്നറിയപ്പെട്ടിരുന്നത് കന്യാകുമാരിയാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലമാണ് ഇലപൊഴിയും കാടുകൾ. ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ലോകത്തിൽ വലിപ്പത്തിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനുള്ളത്. എന്തൊക്കെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തെക്കുറിച്ച് പഠിച്ചത്? ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ലോകത്തിൽ വലിപ്പത്തിൽ 3-ാം സ്ഥാനമാണ് ഈ സമുദ്രത്തിനുള്ളത്. നെക്സ്റ്റ്, ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യയേക്കാൾ വലിയ രാജ്യങ്ങൾ ഏതൊക്കെ? സ്ഥാനമനുസരിച്ച് 1 റഷ്യ, 2 കാനഡ, 3 USA, 4 ചൈന, 5 ബ്രസീൽ, 6 ഓസ്ട്രേലിയ എന്നിവയാണ്. ഇന്ത്യയേക്കാൾ വലിയ രാജ്യങ്ങൾ റഷ്യ, കാനഡ, USA, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ എന്നിവയാണ്. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടങ്ങുന്ന ഇന്ത്യൻ ഫെഡറേഷൻ അറിയപ്പെടുന്നത് ഇന്ത്യൻ യൂണിയൻ എന്നാണ്. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28, കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8. ഇനി ഈ ടേബിൾ ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ അതിർത്തികൾ. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ വടക്കുഭാഗത്ത് ഹിമാലയം, തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്, തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാട്, കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ്, പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യൻ യൂണിയന്റെ അതിർത്തി സ്ഥലങ്ങൾ. വടക്ക് ഇന്ദിരാ കോൾ, അത് ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്ക് ഭാഗം ഇന്ദിരാ പോയിന്റ്,
ഗ്രേറ്റ് നിക്കോബാറിൽ സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ഭാഗം കിബിത്തു, ഇത് അരുണാചൽ പ്രദേശിലാണ്. പടിഞ്ഞാറ് ഭാഗം ഗുഹാർമോത്തി, ഇത് ഗുജറാത്തിലാണ്. ഇന്ത്യയുടെ കരഭാഗം മാത്രമാണ് കണക്കാക്കുന്നതെങ്കിൽ വടക്ക് ഇന്ദിരാക്കോൾ, തെക്ക് കന്യാകുമാരി, കിഴക്ക് കിബിത്തു, പടിഞ്ഞാറ് ഗുഹാർമോത്തി. ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഇന്ദിര പോയിന്റ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ ഭാഗമായ ഗ്രേറ്റ് നിക്കോബാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിഗ്മാലിയൻ പോയിന്റ്, പാർസൺസ് പോയിന്റ് എന്നും ഇന്ദിര പോയിന്റ് അറിയപ്പെടുന്നു. 1984 ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആദരസൂചകമായാണ് ഇന്ദിര പോയിന്റ് എന്ന പേര് ലഭിച്ചത്. ഇന്ത്യയുടെ വടക്കേ അറ്റമാണ് ഇന്ദിരാക്കോൾ. ലഡാക്കിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഫന്നി ബുള്ളോക്ക് വർക്ക്മാൻ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ഈ പേര് നൽകിയത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ആകെ വിസ്തൃതി എത്രയാണ്? ഇന്ത്യയുടെ ആകെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ, അല്ലെങ്കിൽ 32,87,263 ചതുരശ്ര കിലോമീറ്റർ. ലോക വിസ്തീർണത്തിന്റെ അല്ലെങ്കിൽ ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ? ലോക വിസ്തീർണത്തിന്റെ അല്ലെങ്കിൽ ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ? 2.4%. ഇന്ത്യയുടെ ആകെ കര അതിർത്തി എത്രയാണ്? ഇന്ത്യയുടെ ആകെ കര അതിർത്തി 15,200 കിലോമീറ്റർ. ഇന്ത്യയുടെ ആകെ സമുദ്ര അതിർത്തി എത്രയാണ്? അതായത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ സമുദ്ര അതിർത്തി 7,516.6 കിലോമീറ്റർ. ഇന്ത്യയുടെ കടൽത്തീര ദൈർഘ്യം എത്ര? അതായത് കരഭാഗം മാത്രം ഉൾപ്പെടുത്തി ഇന്ത്യയുടെ കടൽത്തീര ദൈർഘ്യം 6,100 കിലോമീറ്റർ. കരയിൽ നിന്നും സമുദ്രത്തിന്റെ എത്ര അകലെ വരെയാണ് രാജ്യ അതിർത്തി വരുന്നത്? 12 നോട്ടിക്കൽ മൈൽ, അതായത് 21.9 കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്കുവടക്ക് ദൂരം എത്രയാണ്? ഇന്ത്യയുടെ തെക്കുവടക്ക് ദൂരം 3,214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ്? കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2,933 കിലോമീറ്റർ. വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10. ഓക്കെ ഫ്രണ്ട്സ്, തുടർന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.